പേര് രവി. വടക്കൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് വാസം. കൃഷിയാണ് എൻ്റെ ജോലി. അല്ലറ ചില്ലറ കച്ചവടമൊക്കെയുണ്ട് എനിക്ക്. ഞങ്ങൾക്ക് കുറേ സ്ഥലം ഉണ്ടായതുകൊണ്ട് പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാനങ്ങ് 36-ാം വയസ്സിൽ എൻ്റെ കല്യാണം നടന്നു. 22 വയസ്സുകാരിയാണ് രാജി എൻ്റെ ജീവിതത്തിൽ വന്നത്. വിവാഹം കഴിഞ്ഞ് ഞാൻ മാറി താമസിച്ചു. തറവാട് വീടിന് അടുത്ത് തന്നെയാണ്. 5 ഏക്കർ സ്ഥലം എനിക്കവിടെ അടുത്തായി ഉണ്ട്. വീട് ഇരിക്കുന്നതിൻ്റെ ഭാഗത്ത് അല്പം മാറിയാണ് എൻ്റെ താമസം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട് 9 വർഷം കല്യാണം കഴിഞ്ഞു. നല്ല ഉഷാറിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും കളി. എന്നാൽ എൻ്റെ താല്പര്യം മങ്ങി തുടങ്ങി. എങ്കിലും എൻ്റെ ഇഷ്ടത്തിന് അവൾ നിന്നു തന്നു. കെട്ടുന്ന സമയത്ത് രാജി മെല്ലിച്ച ഒരു സുന്ദരിയായിരുന്നു. പക്ഷെ 2 കുട്ടികളായപ്പോൾ ഒരു ഭംഗിയും കൂടി വണ്ണമൊക്കെ ആയിപ്പോയി. അങ്ങനെ നീണ്ട 9 വർഷങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. ഒരാണും ഒരു പെണ്ണും. അവർക്ക് 2 പേർക്കും ഞങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനെയും അമ്മയും പിന്നെ എൻ്റെ അനിയനും ഭാര്യയുമായിരുന്നു. അങ്ങനെ കൃഷിയും എല്ലാം കൊണ്ടും പതുക്കെ പതുക്കെ എൻ്റെ ആ ഒരു കളിക്കാനുള്ള ആഗ്രഹം പതിയെ പോയി. എൻ്റെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് നല്ല താല്പര്യമുള്ള സമയത്തായിരുന്നു. അവൾക്കിപ്പോൾ 31 വയസ്സുണ്ട്. എനിക്ക് 46 വയസ്സും. പഴയ പോലെ നേരിട്ട് കൃഷിപ്പണി ചെയ്യുന്നില്ല. പണിക്കാരെ വെച്ചിട്ടായിരുന്നു ഞാനെല്ലാം ചെയ്തത്. അങ്ങനെ ഒരു ദിവസമാണ്, പണിക്കാർ കുറവുള്ള ഒരു ദിവസമാണ്, ആവശ്യത്തിന് ഒരു പാഴ്മരം വെട്ടേണ്ട ആവശ്യം വന്നു. പണിക്കാരെ ഒന്ന് വിളിക്കേണ്ട എന്ന് വിചാരിച്ചു. ഞാൻ തന്നെ അത് വെട്ടാൻ തീരുമാനിച്ചു. എൻ്റെ കഷ്ടകാലത്തിനാണെന്നറിയില്ല, മരം വെട്ടുന്നതിനിടെ നേരെ വന്ന് വീണത് എൻ്റെ അടുത്തേക്കാണ്. എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോൾ നോക്കിയത് ഒരു ആശുപത്രിയിലായിരുന്നു. അതും ഒരു പ്രൈവറ്റ് ആസ്പത്രിയിൽ. എൻ്റെ നെഞ്ച് കാളിക്കത്തി. കാരണം അവിടുന്ന് ഡിസ്ചാർജായി പോകുമ്പോൾ ഒരുപാട് പൈസ വേണമല്ലോ. അങ്ങനെ ഞാൻ റൂം അന്വേഷിച്ചു. സ്വന്തമായിട്ടുള്ള റൂമല്ല, 2 പേഷ്യൻ്റ് കിടക്കുന്ന റൂമിലേക്ക് ഞാൻ കിടക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ തൊട്ടടുത്ത് 2 കട്ടിലാണുള്ളത്. അവിടെ തൊട്ടടുത്ത് കിടക്കുന്നത് മണിയൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. പിന്നെ അയാളുടെ ഭാര്യ. ഏകദേശം 80 വയസ്സ് കാണും അയാൾക്ക്. ഇവർക്ക് 2 മക്കളാണ് ഉള്ളത്. ഒരാണും പെണ്ണും. 2 പേര് ഉത്തരേന്ത്യയിലാണ് നിൽക്കുന്നത്. അവർക്ക് 2 പേരക്കുട്ടികളാണ് ഉള്ളത്. ഒരാണും ഒരു പെണ്ണും. അത് മൂത്തത് രാജേഷാണ്. 10-22 വയസ്സുണ്ട് അവനുണ്ട്. അവന് ഉത്തരേന്ത്യയിൽ കുറച്ച് അലമ്പൻ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് അവനെ നാട്ടിൽ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. പാറുവമ്മയും എൻ്റെ ഭാര്യയുമായി നല്ല കമ്പനിയായി. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. പിന്നെ പാറുവമ്മ വീട്ടിൽ പോയി വീട് മാറ്റം അതും ബന്ധപ്പെട്ടിട്ട്. പകല് പാറുവമ്മ പോയിട്ടുണ്ടെങ്കിൽ രാത്രി നിൽക്കാൻ ഈ പറഞ്ഞ കൊച്ചുമകനായ രാജേഷ് വരും. ഒരേ റൂമിൽ നിൽക്കുന്നവർ. ആദ്യമൊക്കെ അവൻ അത്യാവശ്യം മിണ്ടുകയൊക്കെ ചെയ്യും. പിന്നെ രാജിയും അവനും നല്ല കമ്പനിയായി. ഞങ്ങൾ 2 പേർക്കുമുള്ള ഫുഡൊക്കെ വാങ്ങാൻ അവർ 2 പേരുമാണ് പോവാറുള്ളത്. അവൻ രാത്രിയിൽ വായനയാണ്. അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ബോറടിച്ചപ്പോൾ രാജി അവനോട് പുസ്തകം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അവനുമായി കമ്പനിയായി. കട്ട കമ്പനി എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെ എവിടെ പോകുമ്പോഴും രാജി അവനോടൊപ്പമായിരുന്നു പോയിരുന്നത്. എനിക്കിടുള്ള ഡ്രസ്സ് എടുക്കുവാൻ പോലും വീട്ടിലേക്ക് അവൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുമായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ സഹായം ചെയ്യുമായിരുന്നു. അന്നൊരു ദിവസം രാത്രിയിൽ എല്ലാവരും ഉറക്കമാണ്. അവൻ്റെ അപ്പൂപ്പൻ രാത്രിയിൽ കഴിക്കുന്ന മരുന്ന് അല്പം കൂടുതലുള്ളത് കൊണ്ട് വേഗം ഉറങ്ങും. എനിക്കും അതുപോലെ തന്നെ. എന്നാലും മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ ആ കാഴ്ച കണ്ടു. രാജി ഇങ്ങനെ ചിരിക്കുന്നു. എന്തിനാണ് അവൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അവൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കി ചിരിക്കും, പിന്നെ എന്നെയും നോക്കും. എന്തിനാണ് അവൾ ചിരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്നു. എനിക്കാണെങ്കിൽ മരുന്ന് കുടിച്ചതിൻ്റെ ആ ഉറക്കം വരുന്നുണ്ട്. എന്നാലും എൻ്റെ കണ്ണുകളെ ഞാൻ പിടിച്ചു നിർത്തി. പതിയെ ഞാൻ ഒന്ന് മയങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ഉണർന്ന് എൻ്റെ ശരീരം അനക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ചെളിയിൽ നിന്ന് കാൽ വലിച്ചെടുക്കുന്നത് പോലെയുള്ള ശബ്ദം.
അത് തുടർച്ചയായി കേൾക്കുന്നു. ചെറുതായാണ് കേൾക്കുന്നത്. പുറത്ത് മഴ ഇരുമ്പുന്ന നല്ല ശബ്ദം. പതിയെ മഴ ശാന്തമായ സമയം കടന്നുപോയി. മയക്കമിരുന്ന കണ്ണിലൂടെ കണ്ടു വാരി പുതച്ച ഒരു രൂപം അറ്റാച്ച് ബാത്റൂമിൽ പോകുന്നു. കുറേ സമയം കടന്നുപോയി. രാജി അതിൽ നിന്ന് ഇറങ്ങുന്നു. അവൾ മുഖമൊക്കെ കഴുകി മുടി മാടി ഒതുക്കിയാണ് വന്നത്. അവൾ എന്നെ നോക്കുന്നു. പിന്നെ പതിയെ നിലത്ത് വിരിച്ച ബെഡിൽ കിടക്കുന്ന ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പുറത്തെ കട്ടിലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രൂപം എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നു. അത് രാജേഷാണെന്ന് എനിക്ക് തോന്നി. നല്ലപോലെ കണ്ണിൽ മയക്കം വന്നതുകൊണ്ട് പിന്നെ ഞാൻ കിടന്നു. രാവിലെ ഞാൻ ഉണർന്നു. അപ്പോൾ കണ്ടു. അവൻ റെഡിയായി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അല്ല മോനാണോ ഇന്ന് പകൽ? അതിന് അവൻ തന്ന മറുപടി എന്നെ ഒന്ന് സംശയിച്ചില്ല ചേട്ടാ, ഞാനായിരുന്നു ഇന്നലെ രാത്രിയിൽ. അമ്മൂമ്മ ഇന്ന് പകലാണ്. അപ്പോഴേക്കും പാറു അമ്മ വന്നു. അന്ന് പകൽ ഞാൻ ചിന്തയിലായിരുന്നു. രാജേഷ് ആയിരുന്നോ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നത് എന്ന സത്യമാണ്. എങ്കിൽ ഇന്നലെ കേട്ട ശബ്ദം അത് എന്നെ വല്ലാണ്ട് അലട്ടുന്നു. പക്ഷെ എൻ്റെ മനസ്സെല്ലാം തള്ളിക്കളഞ്ഞു. പോകട്ടെ, ഞാൻ എന്തിനാ വെറുതെ കാട് കയറി ചിന്തിക്കുന്നത് എന്ന്. നാളെ ഞങ്ങൾ 2 പേരും ഡിസ്ചാർജ് ആവുകയല്ലേ എന്ന്. അന്ന് രാത്രിയായി. പകൽ രാജി വീട്ടിൽ പോയി അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തു വന്നു. അന്ന് രാജേഷാണ് രാത്രിയിൽ നിന്നത്. രാത്രി പതിവ് പോലെ മരുന്നും കഴിച്ച് ഞാൻ കിടന്നു. അപ്പുറത്തെ ബെഡിലുള്ള അപ്പൂപ്പൻ നേരത്തെ കിടന്നു. മുറിയിലെ ലൈറ്റ് ഓഫാണ്. എങ്കിലും പുറത്തെ ലൈറ്റുകൾ പ്രകാശിക്കുന്നു. ഞങ്ങളുടെ മുറിയിൽ പുറത്തുനിന്ന് പ്രകാശം അടിക്കുന്നത് കൊണ്ട് മങ്ങിയ പോലെ മുറിക്കകം കാണാമായിരുന്നു. അന്ന് രാജി ഒരു നൈറ്റിയാണ് ഇട്ടിരുന്നത്. നൈറ്റി അന്ന് ഉപയോഗിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കുറവായിരുന്നു. പൊതുവെ ബ്ലൗസും ഒരു ലുങ്കിയുമാണ് വേഷം. ഇത് ടൗണിലുള്ള ആശുപത്രി ആയതുകൊണ്ടാണ് അവൾ നൈറ്റി ഇട്ടത്. ഒരു നീല കളറാണ്. ഞാൻ പതിയെ ചരിഞ്ഞു കിടന്നു ഉറങ്ങി. അപ്പോൾ എൻ്റെ മുഖത്ത് ഒരു നിശ്വാസം അടിച്ചു. ഞാൻ പതിയെ ഉണർന്നു കണ്ണു തുറന്നു നോക്കി. ഞാൻ കണ്ടത് രാജി താഴെ ബെഡിൽ കിടക്കാനായി ബെഡിൽ ചെന്നിരിക്കുന്നത്. അവൾ നേരെ അപ്പുറത്തുള്ള ഞങ്ങൾക്കിടയിൽ 2 ബെഡുകൾക്കിടയിലും കർട്ടനുണ്ട്. ആ കർട്ടൻ്റെ ഇടയിലൂടെ കൈയിടുന്നതാണ്. അവളുടെ തിരിച്ച് അവിടെ നിന്ന് ഒരു കൈ അവളുടെ കയ്യിൽ പിടിക്കുന്നതായി എനിക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിച്ചു. അവൾ വശം തിരിഞ്ഞ് കിടക്കുകയെന്ന് കൊണ്ട് എൻ്റെ നേരെ ഒന്ന് നോക്കി. എന്നിട്ട് കർട്ടൻ്റെ ഭാഗത്ത് 2 കൈകളും നീട്ടി അവളുടെ ദേഹത്ത് ഒരു ഉരുണ്ട വസ്തു അമരുന്നു. അവളുടെ ശരീരത്തിലാകമാനം 2 കൈകൾ ഇഴയുന്നത് പോലെ എനിക്ക് ആ വെളിച്ചത്തിൽ കണ്ടു. അവളുടെ തോളിൻ്റെ വശത്ത് ഒരു തല പ്രത്യക്ഷപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. ആ തല എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. പിന്നെ ആ തല അവളുടെ മുഖത്തിന് നേരെ അടുപ്പിക്കുന്നു. ഞാനൊന്ന് ഞെട്ടിപ്പോയി. എൻ്റെ ഭാര്യയെ പുണർന്ന ആ ഇരുണ്ട വസ്തു രാജേഷാണെന്ന് ഞാൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. എൻ്റെ ഭാര്യ യാതൊരു എതിർപ്പും കൂടാതെ അവൻ്റെ കരവലയത്തിൽ അമർന്നു കിടക്കുന്നു. എങ്ങനെ ഇവർ ഇപ്രകാരമായി? രാജിക്ക് എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നി? എൻ്റെ ഭാര്യയായി 9 വർഷം എൻ്റെ കൂടെ ജീവിച്ചു. ഇങ്ങനെ ഒരു ബന്ധത്തിൽ പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. പേര് രവി. വടക്കൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് വാസം. കൃഷിയാണ് എൻ്റെ ജോലി. അല്ലറ ചില്ലറ കച്ചവടമൊക്കെയുണ്ട്.